DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് ആധാർ കാർഡ്. ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒഫീഷ്യൽ രേഖയായി ആധാർ കാർഡാണ് എല്ലാവരും നൽകുന്നത്. എന്നാൽ ഇത് നമുക്ക് തന്നെ വിനയാകും. കാരണം അനൗദ്യോഗിക കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ആധാർ നൽകുമ്പോൾ അതിലൂടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം ദുരുപയോഗം ചെയ്യുവാൻ സാധിക്കും. എല്ലായിടത്തും നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ് നൽകണമെന്ന് നിർബന്ധമില്ല. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ നൽകുന്ന മാസ്റ്റ് ആധാർ കാർഡ് നൽകിയാൽ മതി. ആദ്യത്തെ 8 അക്കങ്ങൾ മറിക്കുന്ന തരത്തിലാണ് മാസ്റ്റ് ആധാർ ലഭ്യമാകുക. അവസാനത്തെ 4 നമ്പറുകൾ മാത്രമായിരിക്കും മാസ്റ്റ് ആധാറിൽ ഉണ്ടാകുക. ഇത്തരത്തിൽ ആധാർ കാർഡിന്റെ 8 അക്കം മറിക്കുന്ന രീതിയിലുള്ള ആധാർ കാർഡ് നഷ്ടപ്പെടുകയോ മറ്റുള്ളവരുടെ കയ്യിൽ ലഭിച്ചാലോ പേടിക്കേണ്ടതില്ല. കാരണം നമ്മുടെ ഐഡന്റിറ്റി സുരക്ഷിതമായിരിക്കും. മാസ്റ്റ് ആധാറിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലുള്ള സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുവാൻ സാധിക്കില്ല. മാസ്റ്റ് ആധാറും റെഗുലർ ആധാറും നമുക്ക് ലഭിക്കും. അവ നേടുന്നതിനുള്ള നടപടിക്രമങ്ങളും ഒന്നു തന്നെയാണ്. എന്നിരുന്നാലും മാസ്റ്റ് ആധാർ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഔദ്യോഗിക UIDAI വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന പോർട്ടലിൽ കയറി മൈ ആധാർ എന്ന പേജിൽ ഡൗൺലോഡ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകി OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന OTP നമ്പർ നൽകി മാസ്ക് ആധാർ എന്ന ഓപ്ഷനിൽ താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാസ്റ്റ് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം. മാസ്റ്റ് ആധാർ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ മാത്രമേ ലഭിക്കൂ. എന്നാൽ സാധാരണ ആധാർ കാർഡ് ഫിസിക്കലായും ഡിജിറ്റലായും ലഭ്യമാണ്. അനൗദ്യോഗിക കാര്യങ്ങൾക്കും മറ്റും റെഗുലർ ആധാർ നൽകാതെ മാസ്റ്റ് ആധാർ കൊടുക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ആധാർ സംബന്ധമായ അറിയിപ്പ്. 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതുക്കൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെങ്കിലും സൗജന്യമായി പുതുക്കുന്നതിന് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ജൂൺ 14 വരെയാണ്. അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലും ആധാർ കാർഡുകൾ പുതുക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ മുഖേന സ്വന്തമായി വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നവർ ജൂൺ 14 മുൻപ് തന്നെ സൗജന്യമായി പുതുക്കുവാൻ ശ്രദ്ധിക്കുക. ആധാർ കാർഡ് പുതുക്കുന്നതിൻ്റെ പ്രയോജനം കാർഡുടമയ്ക്കാണ് ലഭിക്കുന്നത്. ആധാർ കാർഡിലെ വിലാസമോ ഫോട്ടോയോ വർഷങ്ങൾ പഴക്കമുള്ളതാകാം. എന്തിനും ഇതിനും ഇപ്പോൾ ആധാർ കാർഡ് ഓരോ വ്യക്തിക്കും ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതേസമയം ആധാർ പുതുക്കിയിട്ടില്ല എന്നതുകൊണ്ട് അത് സ്വീകരിക്കാതിരിക്കില്ല. റദ്ദാക്കപ്പെടുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യില്ല. ജൂൺ 14 സൗജന്യമായി ആധാർ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വഴിയോ കമ്പ്യൂട്ടറിലൂടെയോ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ, ആധാർ സേവ കേന്ദ്രങ്ങൾ എന്നിവയിലൂടെ ഫീസ് നൽകിയും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ആധാർ അറിയിപ്പ്. ആധാർ കാർഡും നിങ്ങളുടെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ആധാറും നമ്പറും ലിങ്ക് ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ ആ നമ്പർ ഉപയോഗിക്കുന്നില്ലെങ്കിലോ ആ നമ്പർ പ്രവർത്തനരഹിതമാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇന്ന് ഇന്ത്യയിലെ എല്ലാ ക്ഷേമ പദ്ധതികളും മറ്റും ആധാർ അധിഷ്ഠിതമാണ്. അതിനാൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി OTP നമ്പർ ചോദിക്കുന്നതാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും ആ OTP ലഭിക്കുന്നത്. അതിനാൽ ആ നമ്പർ നമ്മുടെ കൈവശം ഇല്ലെങ്കിലോ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ്. അതിനാൽ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാത്തവർ എത്രയും വേഗം ലിങ്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അടുത്ത ആധാറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പ്. നമ്മുടെ ആധാർ കാർഡ് പല കാരണങ്ങളാൽ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ പെട്ടെന്ന് കേടുവരാത്ത നമ്മുടെ പേഴ്സിൽ കൊണ്ടുവന്ന് നടക്കാവുന്ന രീതിയിലുള്ള PVC ആധാർ കാർഡ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്നുണ്ട്. ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതവുമാണ്. ഈ PVC ആധാർ കാർഡ് എടുക്കുവാനായി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായ UIDAI.gov.in ഓർഡർ ആധാർ കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ 12 അക്ക ആധാർ കാർഡ് നമ്പർ നൽകുക. വെരിഫൈ ചെയ്തതിന് ശേഷം OTP ജനറേറ്റ് ചെയ്ത് നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കുക. പിന്നീട് നിങ്ങൾക്ക് ലഭിച്ച OTP നൽകി പ്രിന്റിങ്ങിനായി ഓർഡർ നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇതിന് 50 രൂപ ഫീസായി ഓൺലൈൻ അടക്കണം. ഇതിനായി ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. SMS-ൽ പിന്നീട് സർവീസ് റിക്വസ്റ്റ് നമ്പർ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ സ്ക്രീനിൽ ഡിജിറ്റൽ സിഗ്നേച്ചറുള്ള റെസിപ്റ്റും ലഭിക്കും.
റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. ഇങ്ങനെ ചെയ്താൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ UIDAI നൽകുന്ന അതിസുരക്ഷിതമായ PVC ആധാർ കാർഡ് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ആധാർ അറിയിപ്പ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും UIDAI ആധാർ കാർഡ് നൽകുന്നുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡിനെ ബ്ലൂ ആധാർ അല്ലെങ്കിൽ ബാല ആധാർ എന്നാണ് പറയുന്നത്. സ്കൈ ബ്ലൂ കാർഡിൽ നീല നിറത്തിലുള്ള അക്ഷരത്തിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് 5 വയസ്സുവരെയാണ് ഈ കാർഡിന് നിയമസാധ്യതയുള്ളത്. 5 വയസ്സിന് ശേഷം ഇത് അസാധുവാകുന്നതായിരിക്കും. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ബാലാധാറിനും അപേക്ഷിക്കേണ്ടത്. www.uidai.gov.in എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ ക്ലിക്ക് ചെയ്ത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത ശേഷം ചൈൽഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കുട്ടിയുടെ പേരടക്കമുള്ള വിവരങ്ങൾ, മാതാപിതാക്കളുടെ ഫോൺ നമ്പർ, മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത്. മാതാപിതാക്കളുടെ ആധാർ കാർഡിനൊപ്പം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും നൽകണം. കുട്ടിയുടെ വാക്സിനേഷൻ, പഠനം, സ്കോളർഷിപ്പുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് വളരെ അനിവാര്യമാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിലും ബാലാധാർ നിർബന്ധമാണ്. അടുത്തതായി, ഒരാൾ മരിച്ചാൽ അയാളുടെ ആധാർ കാർഡിന് എന്ത് സംഭവിക്കും? ആധാർ കാർഡ് സറണ്ടർ ചെയ്യാനോ ക്ലോസ് ചെയ്യുവാനോ സാധിക്കുമോ? പലരുടെയും സംശയമാണിത്. ഇന്ത്യയിലെ എല്ലാ പൗരനും ആധാർ കാർഡ് എടുക്കണമെന്ന് UIDAI നിർദ്ദേശിച്ചിട്ടുണ്ട്. ആധാർ ഉപയോക്താക്കൾക്ക് നൽകുന്നതിനുള്ള സംവിധാനം UIDAI ഒരുക്കുന്നുണ്ടെങ്കിലും അത് തിരിച്ചെടുക്കുവാനുള്ളതോ സറണ്ടർ ചെയ്യാനുള്ളതോ ആയ സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. എന്നാൽ ആധാറിൻ്റെ സുരക്ഷ സംബന്ധിച്ച് ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അതിനാൽ മറ്റാർക്കും അത് ഉപയോഗിക്കുവാൻ കഴിയില്ലെന്ന് UIDAI പറയുന്നു. ഇതിനായി ആദ്യം UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ uidai.gov.in സന്ദർശിക്കണം. ശേഷം മൈ ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൈ ആധാർ ഓപ്ഷന് കീഴിലുള്ള ആധാർ സേവനങ്ങളിലേക്ക് പോവുക. അവിടെ ലോക്ക് അല്ലെങ്കിൽ അൺലോക്ക് ബയോമെട്രിക് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുറന്നു വരുന്ന പേജിൽ ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകുക. OTP അയക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലഭിച്ച OTP നൽകിയ ശേഷം ബയോമെട്രിക് ഡാറ്റ ലോക്ക് അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുവാനുള്ള ഓപ്ഷൻ നിങ്ങൾ കാണും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലോക്ക് അല്ലെങ്കിൽ അൺലോക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.